ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഫിസ്ന ഫുഡ് ടെക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വ്ളോഗായിട്ടില്ല കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഞാൻ ഈ ചിക്കൻ മന്തി തയ്യാറാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ മസാലയും കൂടി ഞാൻ ഈ ചിക്കൻ മന്തിയിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മയോണീസിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റായിട്ട് തന്നെ ഞാൻ മന്തി തയ്യാറാക്കാൻ വേണ്ടി ബസ്മതിൻ്റെ റൈസാണ് കേട്ടോ, ചാക്കേരിയാണിത്. കണ്ടില്ലേ, ഇത് ഞാൻ 1 കിലോനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒന്ന് കുതിർത്തി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് നമ്മൾ മന്തി തയ്യാറാക്കുന്നത്. മന്തിക്കുള്ള മസാല തയ്യാറാക്കണം. അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ കൂട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ സാജീരകം, നമ്മൾ ബിരിയാണി മസാലക്കൊക്കെ തയ്യാറാക്കുന്ന അതിലേക്ക് ഇടുന്ന ഒരു സാജീരകമാണിത്. ഇതൊരു 1/2 ടീസ്പൂണോളം ഉണ്ട്. പിന്നെ 1.5 ടീസ്പൂണ് വലിയ ജീരകം, കണ്ടില്ലേ, വലിയ ജീരകമാണിത്. പിന്നെ ചെറിയ ജീരകം 1 ടീസ്പൂൺ ഉണ്ട്. പിന്നെ 4 ഉണക്കമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിന്റെ മണിയാണ് കേട്ടോ. പിന്നെ ഇത് ഉണക്ക നാരങ്ങയാണ്. പിന്നെ ചെറിയ കഷ്ണം പട്ട, 4 ഏലക്ക, ഒരു 2 വലിയ ടീസ്പൂണോളം മല്ലിയാണ് കേട്ടോ, മല്ലിന്റെ മണിയാണിത്. ഇനി ഇത് നന്നായി നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണം. അങ്ങനെ ഞാൻ ഇതുപോലത്തെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് വറുത്തെടുക്കണം. അങ്ങനെ ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ ഉണക്കമുതും നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ, അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കണം. അപ്പോൾ കരിയാതെ വറുത്തെടുക്കണം കേട്ടോ, കരിഞ്ഞു പോയിട്ട് ചെറിയ സിമ്മിൽ വേണം വറുത്തെടുക്കാൻ. അപ്പോൾ ഈ ഉണക്കനേരത്തെ ഒന്ന് പൊടിക്കണം കേട്ടോ, കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് ചൂടായി വറുക്കാൻ കഴിയാതാവും. ഈ ചെറിയ സിമ്മിൽ നമുക്കിതിങ്ങനെ വറുത്ത് എടുക്കാം. അത് നന്നായി വറുത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലോണം വറവായിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഇത് പൊടിക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. ഇത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പൊ അത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലോണം പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കഴുകി വെച്ചിട്ടുള്ളത് ഞാൻ ഇതേപോലത്തെ, നമ്മൾ ഏത് പാത്രത്തിലാണ് ദമ്മിടുന്നത് ആ പാത്രത്തിലാണ് ഞാൻ ചിക്കൻ ഇതേപോലെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ഇട്ട് കുഴച്ച് വെച്ചതിന് ശേഷം കേട്ടോ അതിങ്ങനെ ഇതേപോലെ നിരത്തി വെക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചു തരികയാണ് ഇതേപോലെയാണ് വെക്കേണ്ടത്. അപ്പോൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക്. അപ്പൊ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പൊ ഇത് മല്ലിയിലയാണ്, ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയാണിത്. പിന്നീടുള്ളത് ഞാൻ ഒരു ചെറിയ ക്യാപ്സിക്കം ഇതാണ് ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ പുതിനയില കുറച്ച് മതി കേട്ടോ, അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേണ്ടാണോ. പിന്നെ ഇതേപോലത്തെ മാഗി ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കളറിന് ആവശ്യത്തിന് ഞാൻ റെഡ് കളറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ആക്കണം. അതിന്റെ മുൻപായിട്ട് നമുക്ക് ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കണം. 1 ടീസ്പൂണോളം നമുക്ക് സോയാ സോസ് ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കണ്ടില്ലേ, നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കുക, കാരണം ഇതിൽ ഈ സോയാ സോസിലും അതേപോലെ ഈ മാഗി ക്യൂബിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നിങ്ങൾ കുറച്ച് ഇട്ടാൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ ഇതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, കാരണം ഈ സോയാ സോസിനും ഈ മാഗി ക്യൂബിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ ഉപ്പ്.
ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ചിക്കന് നന്നായി മുങ്ങി വരുന്ന തോതിലാവണം, അല്ലാഞ്ഞാൽ ഡ്രൈ ആയി നിൽക്കും. അപ്പൊ കുറച്ചുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ ഓയിലൊക്കെ കൂട്ടിക്കണ്ട കേട്ടോ ഞാൻ ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കിയത്. ഈ ചിക്കൻ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്, കണ്ടില്ല? നല്ലോണം ഈ മുങ്ങി വരുന്ന തോതിൽ വേണം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് നന്നായി മസാല ഒക്കെ പിടിക്കുന്ന തോതിൽ ആയി വരട്ടെ. എന്നിട്ട് ഇനി നമുക്ക് ഇതിന്റെ മേലായിട്ട് ചോറ് ദമ്മിട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതുപോലത്തെ വലിയ ഗ്യാസ് അടുപ്പുമ്മലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ട് മറ്റേ സാധാ അടുപ്പത്തിൽ വേണമെങ്കിൽ വെക്കാം. ഞാൻ ഇതുപോലത്തെ വലിയ ഗ്യാസ് അടുപ്പുമ്മലാണ് വെള്ളം വെച്ചിട്ടുള്ളത്. ഇനി തിളപ്പിച്ച് വിട്ടാനുള്ള വെള്ളമാണ്. ഇതിലേക്ക് ഉപ്പിടണം, പിന്നെ നമ്മൾ ചെറിയ ജീരകം, ഓയിൽ അങ്ങനെയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പൊ ഞാൻ തിളപ്പിച്ച് വിട്ടിട്ടാണ് ഞാൻ ഇത് ഊറ്റിയെടുക്കുന്നത്, അരി ഊറ്റിയെടുക്കുന്നത്. ഇങ്ങനെ വെള്ളമൊക്കെ നല്ലോണം തിള വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. അതിന്റെ മുൻപായിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ജീരകം, മല്ലിയുടെ മണി, കുരുമുളകിന്റെ മണിയൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റൈസിന് നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. കാരണം ഈ വെള്ളത്തിലങ്ങ് നല്ലോണം ഈ ചെറിയ ജീരകത്തിന്റെയും മല്ലിയുടെ മണിന്റെയും ഒക്കെ നല്ല ഒരു ഫ്ലേവർ ഈ വെള്ളത്തിലോട്ട് ഉണ്ടാവും. അങ്ങനെ ഞാൻ മുഴുവൻ അങ്ങ് റൈസ് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു മൂക്കാ വേവായതിന് ശേഷം ഊറ്റിയെടുക്കാം. അപ്പോൾ റൈസ് നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവൻ അങ്ങ് വേവേണ്ട ആവശ്യമല്ല, ഒരു മുക്കാൽ വേവാകുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പം നമ്മൾ കുക്കറിലൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഹാഫ് വേവ് മതി. എന്നിട്ട് ഇത് വെള്ളത്തോടൊക്കെ തന്നെ കുക്കറിലിട്ടുകാണ്ട് ഒരു വിസിൽ വന്നാൽ മതി. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ ഇതേപോലെ ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം മതി, കൂടുതൽ അങ്ങ് വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ റൈസിയുടെ വെള്ളം തന്നെ ഉണ്ട് കേട്ടോ, ഈ കുറച്ച് നനവുണ്ടാവും, അത്രയും മതി. അങ്ങനെ മുഴുവൻ അങ്ങ് ചോറ് ഇട്ട് കൊടുക്കാം. കണ്ടില്ല, മുഴുവൻ അങ്ങ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ നടുവിലായിട്ട് ഒരു സെൻട്രലായിട്ട് ഇതേപോലെ കുഴി വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ കണല് വെക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ചുറ്റുഭാഗം ഇതേപോലെ നമുക്ക് പച്ചമുളക് വെച്ച് കൊടുക്കുക. അപ്പൊ ഈ പച്ചമുളകുടെ ഫ്ലേവർ കൂടി ഈ ചോറ്റിനുണ്ടാകുമ്പോൾ അധികം ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ റൈസിനുള്ളത്. ഇനി നമുക്കൊരു കളറിന് വേണ്ടി നല്ലൊരു കളർഫുള്ളൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് റെഡ് കളറും യെല്ലോ കളറും ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ യെല്ലോ കളർ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മഞ്ഞപ്പൊടി ഒന്ന് വെള്ളത്തിൽ ചാലിച്ചതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നടുവിലായിട്ട് നമുക്ക് ചിരട്ടയുടെ കണൽ വെച്ച് നമ്മൾ ഓയിൽ ഒഴിച്ച് നന്നായി പുകയിപ്പിച്ചെടുക്കുക. അപ്പൊ ഈ പുക പുറത്തേക്ക് പോകുന്നതിന്റെ മുൻപായിട്ട് തന്നെ ഇതിന്റെ മൂടി വെച്ചൊന്ന് അടച്ച് വെക്കണം കേട്ടോ. എന്നാലേ ആ ചോറ്റിലേക്ക് ആ പുകയുടെ ടേസ്റ്റും കൂടി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ കനം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ റൈസ് ദമ്മിടുന്നത്. ഇനി നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് ആദ്യം ഹൈ ഫ്ലെയിമിലിടുക, പിന്നെ ലോ ഫ്ലെയിമിലായിട്ട് ഇങ്ങനെ 20 മിനിറ്റോളം ആയതിനു ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് മയോണൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ചെറിയ ജാറിലോട്ട് 4 വെളുത്തുള്ളിയുടെ അല്ലിട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പം ഞാൻ ഈ മഞ്ഞയോട് കൂടി തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ എഗ്ഗ് വൈറ്റിലാണ് മയോണൈസ് തയ്യാറാക്കുന്നത്. പക്ഷെ ഞാൻ വെറുതെ മഞ്ഞ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് പുളിക്ക് ആവശ്യമായിട്ട് സുർക്കയോ നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ ഇവിടെ നാരങ്ങയുടെ നീരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം.
ഈ വെളുത്തുള്ളിയും ഈ കോഴിമുട്ടൻ്റെ മഞ്ഞയൊക്കെ നന്നായി അടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം കൂടുതലങ്ങ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നാൽ ഇത് നല്ലോണം ടൈറ്റ് രൂപത്തിലാവത്തുള്ളൂ. ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായി അടിച്ചിട്ടുള്ള മയോണൈസ് ആണിത്. കണ്ടില്ല, നല്ല ടൈറ്റ് രൂപത്തിലായിട്ട് വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അങ്ങനെ മയോണൈസ് ഇവിടെ റെഡിയായി വന്നു. അങ്ങനെ 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പം കണ്ടില്ല, ഈ ചിരട്ടയുടെ കനലൊക്കെ നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം റൈസ് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മളുടെ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കളർഫുൾ റൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളകിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഈ റൈസിനുണ്ടാവും കേട്ടോ. ചിക്കനൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. കണ്ടില്ല, നല്ലോണം പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസും വ്ലോഗായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.